കുഞ്ഞിച്ചോ മിനസൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 1 എപ്പിസോഡ് 2 ആണ്. ഗൈസ്, എനിക്കറിയാം നിങ്ങളെല്ലാവരും സീസൺ 2 വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന്. പക്ഷേ നമ്മുടെ സീസൺ 1 കാണാത്ത കുറച്ചധികം കൂട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ സീസൺ 1 ഞാനിപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, സീസൺ 2 അടുത്തൊരു ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഞാൻ എത്തുന്നതായിരിക്കും. കാര്യം അത്രയും പെട്ടെന്നാണ് ഞാൻ സീസൺ 1 മാക്സിമം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഗൈസ്, പിന്നൊരു കാര്യം, നമ്മുടെ സോളോ ലെവലിംഗ് പോലെ ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിന് അത്ര സപ്പോർട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു സങ്കടമുണ്ട്. സോ നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കണം. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് ഇതെന്നല്ല, ഏത് സീരീസ് ആണെങ്കിലും സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും അതേപോലെ ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുറക്കാൻ നേരത്ത് അവരുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേ ദിവസം അവരൊരു സ്ഥലത്ത് ക്യാമ്പ് അടിക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ ആർത്തറുടെ ആ പാട് ബോറൊക്കെ അടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ആഡം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ നമ്മുടെ റെയ്ഡ് പറയുന്നുണ്ട്, എടാ ഞാൻ എന്തായാലും കിടക്കാൻ പോകുവാണ്, പക്ഷേ അതിനു മുമ്പ് ഒന്ന് സ്പാർ ചെയ്താൽ കൊള്ളാമെന്നോ, ഒന്ന് ശരീരം നനങ്ങണ്ടേ. സോ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ആർത്തറായിട്ട് സ്പാർ ചെയ്തോട്ടെ. എടാ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നീ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ആർത്തറിനെ പൊക്കിക്കൊണ്ട് അവൻ പോകുവാണ്. ആർത്തറാട്ടെ പുള്ളിക്കാരൻ്റെ വെപ്പണായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ആഡോ പുള്ളിക്കാരൻ്റെ വെപ്പണെടുത്ത് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുവാണ്. അവനറിയാമായിരുന്നു അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആഡം എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരക്കാരനെന്നല്ല. പക്ഷേ നമ്മുടെ ആർത്തറും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. കാര്യം ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ അവനൊരു രാജാവിലായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ മാനക്കോർ കോൺസെൻട്രേറ്റ് ചെയ്ത് നേരെ ഒരു അറ്റാക്കിനായിട്ട് പോകുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ആഴമായിട്ട് ഡിഫൻസ് പൊസിഷനിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ആർത്തർ അവനെ ഞെട്ടിച്ചുകൊണ്ട് നേരെ ബാക്കിലേക്ക് ചേരുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ ബോഡിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അത് ആ ഒരു കൊച്ചു ബോഡിയിലായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ്റെ മെമ്മറീസൊക്കെ ആ ഒരു കിങ്ങിൻ്റെ മെമ്മറീസുമായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ആഡം ശരിക്കും ഞെട്ടിപ്പോവുകയും ചെയ്യും. ഈ സമയത്തായിട്ട് ആർത്തർ ചാടി ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവനായിട്ട് അത് ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ആർത്തറിൻ്റെ നേരെ ഒരു അറ്റാക്ക് വരുന്നുണ്ട്. പക്ഷേ അവനത് ഡോഡ്ജ് ചെയ്തിട്ട് നേരെ ആഡമിൻ്റെ മേത്തേക്ക് ചാടുന്നുണ്ട്. ഈ സമയത്ത് പുള്ളിക്കാരൻ ഒരു കിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആർത്തർ സക്സസ്ഫുള്ളി ഡോഡ്ജ് ചെയ്യും. പക്ഷേ ഈ ടൈമിൽ പുള്ളിക്കാരൻ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് വന്നപ്പോൾ ആർത്തറിന് ഒരു കാര്യം ഓർമ്മ വന്നു. അത് ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ്. അതായത് ഫോർ എവരി ആക്ഷൻ ദെയർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അടുത്ത സെക്കൻഡ് നമ്മൾ കാണുന്നത് ആഡം തെറിച്ചു പോകുന്നതാണ്. ആഡത്തിനോടൊപ്പം തന്നെ നമ്മുടെ ആർത്തറും തെറിച്ചു പോകുന്നുണ്ട്. ഡാർഡനായിട്ട് അപ്പം തന്നെ വന്ന് നമ്മുടെ ആഡമിൻ്റെ തല നോക്കി ഒരു കിടിൽ അടിവെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഇവിടെ സൂക്ഷിച്ചൊക്കെ വേണ്ടേ. ഈ സമയത്ത് ആഡം ചോദിക്കുന്നുണ്ട്, റേ നീ സത്യം പറ, നീ അവൻ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ലെന്നാണ് നീ പറഞ്ഞത്. അവൻ ഇത് ഹെൽത്ത് ട്രെയിനിങ്ങിലൂടെയായിരിക്കും കടന്നു പോയിട്ടുള്ളത്. എടാ അതൊക്കെ സത്യമാണ്, ഞാൻ ഇതുവരെ അവൻ ഇതൊന്നും പഠിപ്പിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ആർത്തലെടുക്കെ അവർ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇവൻ എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമായതെന്ന്. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോയി. അവർക്ക് കിട്ടുന്ന സമയത്തൊക്കെ അവർ റെസ്റ്റ് എടുത്ത് പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് ആലീസിൻ്റെ കാര്യത്തിൽ നമ്മുടെ റേക്ക് ചെറിയ ഇതുണ്ടായിരുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോയി. ഈ സമയത്ത് നമ്മുടെ ആർത്തർ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. അടുത്ത സമയത്ത് തന്നെ ഹെലൻ കിടന്ന് കാണുന്നുണ്ട്. ബാൻഡിറ്റ്സ് വന്നിട്ടുണ്ട് അടുത്തൊരു അറ്റാക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുള്ള. പെട്ടെന്ന് തന്നെ അവരുടെ നേരെ കുറേ അറ്റാക്സ് വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ ഏഞ്ചലുടെ പവേഴ്സ് കാരണം അത് റിപ്പൽ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഈ സമയത്ത് അവരെല്ലാവരും അടുത്തൊരു അറ്റാക്കിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. പക്ഷേ അവരുടെ ചുറ്റിനും ഇപ്പോൾ എനിമീസ് ആയിട്ടുണ്ട്. അത് അവർ കംപ്ലീറ്റ്ലി സറൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിലെ നേതാവ് പറയുന്നുണ്ട്, അതായത് പിള്ളേരെയും പെൺപിള്ളേരെയും മാത്രം മാറ്റി വെച്ചാൽ മതി, ബാക്കി എല്ലാവരെയും കൊന്നേക്കാൻ. ഈ സമയത്ത് ആർത്തനൊരു കാര്യം മനസ്സിലായി, ലോകം ഏതാണെങ്കിലും ഇതേപോലത്തെ ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്, അത് എവിടെയാണെങ്കിലും കാണും. നന്നായിട്ട് ദേഷ്യം വരുന്ന നമ്മുടെ ആർത്തർ പുള്ളിക്കാരൻ വെപ്പൺ എടുത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണാത്ത നമ്മുടെ ആലിസ് ഓർത്ത് പുള്ളിക്കാരൻ പേടിച്ചിട്ടാണ്. അങ്ങനെ അവൻ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഈ അമ്മയുണ്ട്, എന്തുണ്ടെങ്കിലും ഈ അമ്മയുണ്ട്. അവരെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതായത് അവിടേക്ക് വന്നിട്ടുന്ന എല്ലാ ബാൻഡിറ്റ്സിനെ അവർ കൊല്ലുന്നുണ്ടായിരുന്നു. അത് ജാസ്മിൻ ആണെങ്കിലും ബർഡൻ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാവരും തന്നെ അതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ചു നിൽപ്പുണ്ട്. പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ ആർത്തറിൻ്റെ ഒക്കെ ആ ഒരു കാരേജിലേക്ക് ഒരാൾ വന്ന് തെറിച്ച് വീഴുന്നത്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ റേ ആയിരുന്നു. പുള്ളിക്കാരൻ ചോരയൊക്കെ ഛർദ്ദിക്കാനും തുടങ്ങും. റെയിനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്തത് ആ ഒരു ബാൻഡിറ്റ്സിൻ്റെ ലീഡറായിരുന്നു. അമ്മ പെട്ടെന്ന് തന്നെ അച്ഛനെ ഹീൽ ചെയ്യാൻ നോക്കും. പക്ഷേ പുള്ളിക്കാരിക്ക് പറ്റുന്നില്ലായിരുന്നു. പുള്ളിക്കാരിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ആർത്തറിന് നന്നായിട്ട് തന്നെ മനസ്സിലായി. അല്ല, അവൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താണ് ഹീൽ ചെയ്തത്? പേടിക്കണ്ട ഹണി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഹീൽ ചെയ്യുന്നു വേണ്ട ഇപ്പാ. ആർത്തർ, ഞാൻ പറയുന്നേക്ക്, നിൻ്റെ അമ്മ ഇവിടെ ഹീലിംഗ് സ്പെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിൻ്റെ അമ്മയുടെ പുറകെ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്താം. ആ സമയത്ത് നീ അമ്മയായിട്ട് നമ്മളിങ്ങോട്ട് വന്ന വഴി ഓർമ്മയുണ്ടല്ലോ, ആ വഴി രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും, അച്ഛൻ എന്നെ കണ്ടതല്ലേ? ആർത്തർ, പറയുന്നത് കേൾക്കടാ, എനിക്കറിയാം നിനക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് അമ്മേനെ ഞാൻ നിൻ്റെ കൂടെ ഏൽപ്പിക്കുന്നത്. നീ അമ്മേനെ പിന്നെ
അമ്മയുടെ വയറ്റിലുള്ള ആ കൊച്ചിനെ നീ വേണം പ്രൊട്ടക്ട് ചെയ്യാൻ. ആർത്തർ ശരിക്കും ഞെട്ടിപ്പോയി. അവന് അപ്പോഴാണ് കാര്യം മനസ്സിലായത്. കാര്യം എന്തുകൊണ്ടാണ് അമ്മക്ക് ഹീലിംഗ് സ്പെല്ല് യൂസ് ചെയ്യാൻ പറ്റാഞ്ഞെന്നും ഇങ്ങോട്ട് വന്ന വഴി എന്തുകൊണ്ടാണ് അവൻ്റെ അച്ഛൻ ഇത്രയധികം ശ്രദ്ധ അവൻ്റെ അമ്മയുടെ മേത്ത് ഏൽപ്പിച്ചെന്നും. അങ്ങനെ അവൻ പറയുന്നുണ്ട്, അച്ഛൻ പേടിക്കണ്ട, അമ്മേനെ ഞാൻ എന്ത് വിലയെടുത്തും പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ഈ സമയത്ത് അവനത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു ബാൻഡിറ്റ്സിൻ്റെ ലീഡർ അവൻ്റെ അമ്മയുടെ പുറകെ ആള് വിടുന്നുണ്ട്. പക്ഷേ ആർത്തറായിട്ട് പെട്ടെന്ന് ആലിസിനെ പിടിച്ചിട്ട് അവിടുന്ന് ഓടുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് ഒരുത്തൻ അവരുടെ പുറകെ വന്നത്. പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ ആഡം വന്ന് അവനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, ആർത്തർ നീ പൊക്കോ, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാൽ ആ ഓടുന്ന വഴിയാണ് അവന് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് കുറച്ച് മുമ്പ് തന്നെ അവൻ്റെ അച്ഛനെ മുന്നോട്ട് പറഞ്ഞിരുന്നു അവരുടെ കൂട്ടത്തിൽ 4 മേജേഴ്സ് ഉണ്ടെന്ന്. പക്ഷേ ഒരാളെ മാത്രം കണ്ടില്ല. ഒരാളിപ്പോൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, മറ്റവൻ ഇവിടെയുണ്ട്, തേർഡ് ഇവനുണ്ട്. പക്ഷേ ഫോർത്ത് എവിടെയാണെന്ന് നോക്കാതാണ് അവൻ ശരിക്കും ഞെട്ടിപ്പോയത്. കാര്യം അതിന് തൊട്ട് മുകളിൽ നിന്നുകൊണ്ട് പുള്ളിക്കാരൻ ഒരു വലിയൊരു അറ്റാക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അറ്റാക്ക് ആലിസിൻ്റെ ആർത്തറിൻ്റെ നേരെ വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ആർത്തർ ആലിസിനെ തട്ടുമാറ്റിയിട്ട് ആ ഒരു അറ്റാക്ക് ഹെഡ് ഓൺ വലിക്കുന്നുണ്ട്. പക്ഷേ ആ സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ ഒരു സാധനം എടുത്ത് എറിയുകയും ചെയ്യും. അത് ആ ഒരു മേജിൻ്റെ കാലെ പോയി കുടുങ്ങി അവനെ വലിച്ചുകൊണ്ടാണ് ആർത്തർ നേരെ താഴത്തേക്ക് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു മേജിനും അവിടെ പിടുത്തം കിട്ടില്ല. ചുരുക്കം പറഞ്ഞ ആർത്തർ നേരെ താഴത്തേക്ക് വീഴുവാണ് ആ ഒരു കൊക്കയിലേക്ക്. പക്ഷേ പുള്ളിക്കന്നി നല്ല സങ്കടമുണ്ട്. കാര്യം പറ്റുന്നില്ല, പുള്ളിക്കന്നി ഒരു ബ്രദർ ആകണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഈ ചാപ്റ്റർ തുറക്കാനടുത്ത് നമ്മുടെ കിങ്ഗ്രയുടെ കഴിഞ്ഞ ജന്മത്തിലെ കുറച്ചധികം കാര്യങ്ങളാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ കുറച്ച് നേരം അത് നോക്കി നിന്നിട്ട് പുള്ളിക്കാരൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു സംഭവം എടുത്ത് അവിടെ താഴെ വെച്ചിട്ട് പറയുന്നുണ്ട്, മാർലോ ഞാനിവിടെ റിട്ടയർ ചെയ്യുവാണ്. എന്നിട്ട് പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ സ്ട്രോങ്സ്റ്റ് ആകാൻ വേണ്ടി മാത്രമാണ് ആ ജീവിതം ജീവിച്ചത് തന്നെ. പക്ഷെ എന്തിന്? ഫെയിമിനോ ഗ്ലോറിക്ക് വേണ്ടിയോ? പക്ഷെ ഒന്നും തന്നെയില്ല. ഒന്നുമില്ലെങ്കിലും പുള്ളിക്കാരൻ ഒരു അനാഥനായിരുന്നു. പക്ഷേ അതെല്ലാം മാറിയത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് ഫ്രണ്ട്സിനെ കിട്ടി, അവനൊരു അച്ഛനെ അമ്മേനെയും കിട്ടി, അവന് എല്ലാവരെയും കിട്ടി. അങ്ങനെ നമ്മുടെ ആർത്തറിൻ്റെ കണ്ണുകൾ പതുക്കെ തുറന്നിട്ടുണ്ട്. ഈ സമയത്ത് പുള്ളിക്കാരൻ എവിടെയാണ് എന്താണ് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. പുള്ളിക്കാരൻ റൈറ്റ് സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. അതായത് കുറച്ച് മുമ്പ് അവൻ വലിച്ച് താഴത്തേക്കിട്ട ആ ഒരു ഇമേജ് അവിടെ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ അവന് ഛർദ്ദിക്കാമെന്ന് അവൻ ഛർദ്ദിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ക്ഷീണം കാരണം അവൻ്റെ കണ്ണ് വീണ്ടും അടഞ്ഞു പോകുവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ കണ്ണ് തുറക്കും. ഇത്തവണയായിട്ട് അവൻ്റെ തൊട്ട് സൈഡിൽ കുറച്ചധികം വെള്ളവും കുറച്ചധികം ഫുഡും കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കും. ഉള്ള ജീവനൊക്കെ കൊണ്ട് പുള്ളിക്കാരൻ നിരങ്ങി പതുക്കെ അത് പോയി കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ചിട്ട് അവിടെ കിടക്കുവാണ്. ഇത്തവണ അവന് കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുവാണ്. അത് കഴിഞ്ഞ് എണീറ്റ് ആർത്തറായിട്ട് അവിടുന്ന് എഴുന്നേക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കണ്ട് പറ്റുന്നില്ല. പുള്ളിക്കാരൻ്റെ ശരീരം മുഴുവൻ വേദനയാണ്. അങ്ങനെ അവസാനം തൻ്റെ മാനക്കോറിലേക്ക് ഫുൾ പവർ കൊടുത്തുകൊണ്ട് തൻ്റെ ആരോഗ്യമൊക്കെ വെച്ചുകൊണ്ട് ഉള്ള ആരോഗ്യം വെച്ചുകൊണ്ട് പതുക്കെ അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. പുള്ളിക്കാരന് ഒന്ന് നിൽക്കാനുള്ള ആവത് മാത്രമേ ആയിട്ടുള്ളൂ. അവൻ എങ്ങനെയെങ്കിലും പുറത്ത് രക്ഷപ്പെടണമായിരുന്നു. അവൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണമായിരുന്നു. അതിനുവേണ്ടി അവൻ തിരിഞ്ഞു നോക്കാത്ത ആ ഒരു മേജിൻ്റെ ശരീരത്തിൽ ആ ഒരു കത്തി ഉണ്ടായിരുന്നല്ലോ, പതുക്കെ അത് പോയി വലിച്ചു ഊരുന്നുണ്ട്. ആ സമയത്ത് ആർത്തറിന് ശരിക്കും ഞെട്ടലായിരുന്നു. കാര്യം അത്ര ഹൈറ്റിൽ നിന്ന് വീണിട്ട് അവൻ എങ്ങനെ സർവൈവ് ചെയ്തെന്ന് അവന് പോലും അറിഞ്ഞൂടാ. അങ്ങനെ അവിടെയുള്ള ഒരു വടി എടുത്തുകൊണ്ട് അവൻ നേരെ മുമ്പിലേക്ക് നടന്നപ്പോഴാണ് ആ ഒരു ശബ്ദം അവൻ്റെ തലയിലേക്ക് കേൾക്കുന്നത്. സോ നീ എഴുന്നേറ്റില്ലേ? ഇത് കേട്ടപ്പോൾ തന്നെ അവൻ ഞെട്ടിപ്പോയി. അവിടെ പാത്തിരിപ്പുണ്ട്. അവൻ്റെ വിചാരം ആ ഒരു കോപ്സ് ആണെന്നാണ്. നിൻ്റെ ബോഡി എങ്ങനെയുണ്ട്? ബോഡി? ഇവൻ എന്താണ് ചോദിക്കുന്നത്? എന്നിട്ട് പതുക്കെ പോയി ആ ഒരു കോപ്സിനെ അനക്കി നോക്കുന്നുണ്ട്. പേടിക്കേണ്ട, അത് മരിച്ചിട്ടുണ്ട്. നീ എന്തിനാണ് പേടിക്കുന്നത്? അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. എന്തായാലും ഇങ്ങനത്തെ സൗണ്ടിനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് അവന് 101% ഉറപ്പായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ തൻ്റെ കത്തി എടുത്തിട്ട് ആരാടാ നീ, എന്താണ് വേണമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്നത് ചെറിയൊരു മുയലായിരുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അതെ നിന്റെ ക്വസ്റ്റിനുള്ള ഉത്തരം ഞാനിപ്പോൾ തല്ലുക. പക്ഷേ അതിനുവേണ്ടി നീ എന്നെ ഒന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു. കണ്ടുപിടിക്കും പോലെ. പക്ഷേ നീ കണ്ടുപിടിക്കണം. കാര്യം എനിക്ക് മാത്രമേ നിന്നെ ഇവിടുന്ന് സേഫായിട്ട് നിൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ശരിയാണ്, വീട്ടിലേക്ക് അച്ഛൻ, അമ്മ, എൻ്റെ ബേബി സിബ്ലിംഗ് അവരെല്ലാവരും സേഫ് ആയിരിക്കുമോ? ഈ സമയത്ത് പുള്ളിക്കാരൻ ആലോചിക്കുന്നുണ്ട്. അല്ല, താങ്കൾ ഈ വോയിസ് കേട്ടിട്ട് എനിക്ക് എവിടെ നിന്നാണെന്ന് മനസ്സിലാകുന്നില്ല. താങ്കളുടെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ആ പ്രസൻസ് കിട്ടിയാലും മതിയായിരുന്നു. ആർത്തർ, നിനക്ക് ശരിക്കും എല്ലാ കാര്യവും മനസ്സിലാകുമല്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ മിസ്റ്റർ അല്ല, ഞാനൊരു ലേഡിയാണ്. സോ അങ്ങനെ തന്നെ സ്റ്റേറ്റ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരന് എന്തോ സംഭവിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരന് എന്തൊരു വിഷനാണ് സംഭവിക്കുന്നത്. അത് ദൂരെ ഒരു പാറക്കെട്ടായിരുന്നു. അങ്ങനെ അവന് മനസ്സിലായി അവിടെയാണ് ഈ ഒരു പെണ്ണുള്ളതെന്ന്, അതായത് ഈ വോയിസ് കേൾക്കുന്ന ആ ഒരു ആളുള്ളതെന്ന്. ആർത്തൻ്റെ ബോഡി ഗ്രാജുവലി റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നേരെ മുമ്പിലേക്ക് നടക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുവാണ്. ആരാണ്, എന്താണ് അവനെ രക്ഷിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഈ വോയിസ് കേൾക്കുന്ന ആ ഒരു ജീവിയാണ് അവനെ രക്ഷിച്ചതെന്ന് അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് നടക്കുവാണ്.
ഈ സമയത്ത് അവന് കുറേയധികം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതായത് അവൻ താഴെ വീണ് വെച്ച് നോക്കാൻ നേരത്ത് ഒന്നെങ്കിൽ ഇത് എൽഫ്സിൻ്റെ ഡൊമൈൻ്റെ അടുത്തെങ്ങനെയാണ് വീണിട്ടുള്ളത്. പക്ഷേ പുള്ളിക്കാരന് മനസ്സിലാത്ത കാര്യം ഇത് ഇത്രയും വലിയ ഫോറസ്റ്റ് ആഴം ഒരു മാന ബീസ്റ്റിനെ പോലും പുള്ളിക്കാരൻ കണ്ടില്ല. എന്നാൽ അവിടെ നിന്നുകൊണ്ട് പുള്ളിക്കാരൻ മാനെ അബ്സോർവ് ചെയ്യാനും കഴിയത്തില്ല. കാര്യം ഇത്രയും പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ വീട്ടിൽ ചെല്ലണം, അവൻ്റെ അച്ഛനും അമ്മനെ കാണണം, അവൻ്റെ ബേബിനെ കാണണം, അതായത് ജനിക്കാനിരിക്കുന്ന അവൻ്റെ സിബ്ലിങ്ങിനെ കാണണം. അങ്ങനെ അവൻ ആ വിഷ്വൽ കണ്ട ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ പാറയുടെ അല്ല അവൻ്റെ അകത്തേക്ക് കയറണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് തന്നെ തൻ്റെ കാല് തെറ്റി ആർത്തർ നേരെ അടിയിലേക്ക് വീഴുവാണ്. നല്ല ഹൈറ്റിൽ നിന്നാണ് അവൻ താഴത്തേക്ക് വീണത്. പക്ഷേ ആ വീണെടുത്ത് നിന്ന് അവൻ എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവൻ നേരെ ബാക്കിലേക്ക് വീണ്ടും വീഴും. കാര്യം ആർത്തർ പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. കാര്യം മറ്റൊന്നുമില്ല, അവൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത് ഒരു ലിറ്ററൽ ഡീമൺ തന്നെയായിരുന്നു. അവസാനം നമ്മൾ കണ്ടുമുട്ടിയല്ലേ. അങ്ങനെ പതുക്കെ ആ ഒരു ഡീമൻ എഴുന്നേറ്റ് ആർത്തൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആർത്തനാട്ടെ എന്ത് ചെയ്യണമെന്നറിയാമല്ല പേടിച്ച് പറിച്ച് അവിടെ അനങ്ങാതെ നിൽക്കുമായിരുന്നു. എന്നാൽ ആ ഒരു ഡീമൻ വന്ന് പതുക്കെ ആർത്തറിനെ പൊക്കിയെടുത്തിട്ട് പറയുന്നുണ്ട്, സോ ഡയമെൻഷണൽ പോർട്ടൽ ഉണ്ടാക്കാൻ എനിക്ക് കുറച്ചധികം സമയം വേണ്ടി വരും. അത്ര നേരം നീ ഇവിടെ നിൽക്കുമോ? വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിനക്ക് എന്തായാലും കഴിക്കാനുള്ള ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളുള്ള ഫ്രൂട്ട്സൊക്കെ ഇവിടെ തന്നെ കാണും. അപ്പം ആർത്തർ പറയുന്നുണ്ട് താങ്ക്സ്. പുള്ളിക്കാരൻ നോക്കാറ് അവിടെ കുറച്ചധികം ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അന്ന് ഒരെണ്ണം പോയി പുള്ളിക്കാരൻ എടുക്കുകയും ചെയ്യും. പക്ഷേ അതെടുക്കാൻ നേരത്താണ് അവന് അച്ഛനും അമ്മയുടെ ഓർമ്മ വരുന്നത്. കാര്യം അവരുടെ കൂടെ ഇരുന്ന് ഇനി ഫ്രൂട്ട്സ് കഴിച്ചാലല്ലോ. ഈ സമയത്ത് പെട്ടെന്ന് ആ ഡീമൺ വന്ന് പറയുന്നുണ്ട്, നീ മറ്റേത് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇത് കാണാത്ത അതർ പേടിച്ച് ആ ഫ്രൂട്ട് നീക്കി പൊട്ടിച്ച് കളയുകയും ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടിരിക്കുവാണ്. ഈ സമയത്ത് ആർത്തർ ചോദിക്കുന്നുണ്ട്, ഞാൻ താങ്കളെ എന്ത് വിളിക്കണം? മൈ ലേഡി എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ പുള്ളിക്കാരി പറയുകയും ചെയ്യും, മൈ നെയിം ഈസ് സിൽവിയ. സോ സിൽവിയ എന്ന് വിളിച്ചാൽ മതിയല്ലേ? ആ അല്ല, എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഞാനത് ചോദിച്ചോട്ടെ? പിന്നെന്താ, അല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ലല്ലോ നമുക്ക്. അങ്ങനെ പുള്ളിക്കാരൻ്റെ മനസ്സിൽ നിന്ന് സിൽവിയോടുള്ള പേടി പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. കുറച്ചധികം ചോദ്യം നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്. ഈ സ്ഥലം എവിടെയാണ്? നീ എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? നീ എവിടെ നിന്നാണ് വന്നത്? നിന്റെ ശരീരത്തുള്ള ആ ഒരു വൂണ്ട് എന്താണ്? അത് മാത്രമല്ല നീ എന്തിനാണ് എന്നെ രക്ഷിച്ചത്? അപ്പോൾ അവൾ പറയുകയും ചെയ്യും, നിന്റെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഇത് വളരെ സിമ്പിളാണ്. അത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു നാരോ സോണാണ്. അതായത് നമ്മുടെ ബ്ലേഡ്സ് ഓഫ് ദി ഗേറ്റ്സിൻ്റെ അതേപോലെ ഫോറസ്റ്റ് ഓഫ് ദി എൽസറിൻ്റെ നടുക്കുള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണിത്. ഈ സ്ഥലം ഇവിടെ അധികാർക്കും അറിഞ്ഞൂടാ. അത് മാത്രമല്ല ആരെങ്കിലും വരാൻ നേരത്ത് ഞാൻ എന്നെ വാൺ ചെയ്തുകൊണ്ട് അവരിന്ന് പോവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ആർത്തർ, നീയാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത്. ഈ സമയത്ത് അവൻ പറയുന്നത്, എന്നെ ആർട്ട് എന്ന് വിളിച്ചാലും മതി കേട്ടോ. എൻ്റെ ഫാമിലിയുള്ളവരൊക്കെ എന്നെ എപ്പോഴും ആർട്ട് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വിളിക്കുക. പിന്നെ നിൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഞാനിവിടെ ഒറ്റയ്ക്ക്. കാര്യം എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, എൻ്റെ എയിമേഴ്സ് പുറത്തോട്ട്. ആ ഒരു കാരണമാണ് ഈ ഒരു വീണ്ടും എനിക്ക് കിട്ടിയത്. പിന്നെ നിൻ്റെ അവസാനത്തെ ചോദ്യം, എന്തിനാണ് നിന്നെ രക്ഷിച്ചതെന്ന്. എനിക്ക് അതിനുള്ള ഉത്തരം കറക്റ്റായിട്ട് അറിഞ്ഞൂടോ. ഒന്നെങ്കിൽ ഞാൻ നിൻ്റെ കറേജും സാക്രിഫൈസും കണ്ട് മൂവ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ നിന്നെ രക്ഷിക്കാമെന്ന് തോന്നിയതായിരിക്കണം. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നീ എന്നോട് ക്ഷമിക്കണം. കുറച്ചധികം നാൾ വേണ്ടി വരും ഈ ഒരു സംഭവം എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. കാര്യം എൻ്റെ അവസ്ഥ കുറച്ചധികം മോശമാണ്. അത് കുഴപ്പമൊന്നുമില്ല, പതുക്കെയായാലും മതി. കാണാനൊരു ഇത്ര വലിയ ഭീകര ലുക്ക് ഉണ്ടെങ്കിലും പുള്ളിക്കാരി ശരിക്കും ലോൺലി ആണല്ലേ. ഈ സമയത്ത് പുള്ളിക്കാരൻ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, ആ ആർത്തർ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിൻ്റെ ഫാമിലി ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പിൻ പോയിൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും സേഫാണ് കേട്ടോ. അത് നീ അറിഞ്ഞില്ലെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് കേൾക്കാൻ നേരത്ത് ആർത്തറിന് ശരിക്കും സന്തോഷമാവും. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, സിൽവി താങ്ക് യു. അങ്ങനെ ആർത്തർ അവിടെ നിന്ന് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതായത് വേറെ പണിയൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് സിൽവിക്ക് ആ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈമിൽ അവർ തമ്മിൽ ആ ഒരു ഡേയ്സൊക്കെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അതായത് പതുക്കെ മണിക്കൂറുകൾ ദിവസങ്ങളായി മാറി, ദിവസങ്ങൾ ആഴ്ചകളായി മാറി. അങ്ങനെ അവർ രണ്ടുപേരും ശരിക്കും അടുത്തിട്ടുണ്ട്. അങ്ങനെ ആർത്തർ പുള്ളിക്കാരൻ്റെ മാനക്കുറക്കെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പുള്ളിക്കാരൻ്റെ മനസ്സിലേക്ക് കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊരു ബുക്കിനെ ഒരിക്കലും അതിൻ്റെ പുറന്തല കൊണ്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് സിൽവി. പുള്ളിക്കാരൻ്റെ രൂപം ഇത്ര ഭയാനകരമാണെങ്കിലും പുള്ളിക്കാരി ജെൻറ്റിലാണ്, ഭയങ്കര സ്നേഹമാണ്, അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഈ സമയത്താണ് ആ ഒരു ബാൻഡ്സിൻ്റെ ലീഡറിൻ്റെ ഫേസ് പുള്ളിക്കാരനെ മനസ്സിലാക്കി വരുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ ആർത്തറിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് മാത്രമായിരുന്നു ആർത്തറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് സിൽവി അവൻ തട്ടി നേരെ താഴത്തേക്ക് ഇടുന്നുണ്ട്. ആർത്തർ ചോദിക്കുന്നുണ്ട്, സിൽവി അതെന്തിനാണ് നീ ചെയ്തത്? ആർത്തർ, നിന്റെ മനസ്സിലുള്ളത് ശരിയാണ്, അവൻ മരിക്കേണ്ടവൻ തന്നെയാണ്. അതുകൊണ്ടാണ് നിന്റെ കൂടെ വീണ ആ ഒരു മേജിനെ ഞാൻ രക്ഷിക്കാഞ്ഞത്. പക്ഷേ ഒരിക്കലും നീ പ്രതികാരം കാരണം മുന്നോട്ട് പോകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും തോക്കും. നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ മേല. നാളെ വേണമെങ്കിൽ ഇതിലും വലിയ മിസ്ഫോർച്യൂൺ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്ത് വന്നാലും നീ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വേണം നിൻ്റെ ഫ്യൂച്ചറിനെ നേരിടാൻ. എങ്കിൽ മാത്രമേ നിനക്ക് എല്ലായിടത്തും വിജയിക്കാൻ സാധിക്കത്തുള്ളൂ.
പിന്നെ ഒരു കാര്യം, ഞാൻ തട്ടിയെടുത്ത് വേദനിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അല്ല ആർത്തർ, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ട്. ഞാൻ കേട്ടത് വെച്ചോക്കടുത്ത് മനുഷ്യർക്ക് നോർമലി 12-13 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവർക്ക് ഈ മാന കുറെ ഡെവലപ്പ് ആകുന്നത്. പക്ഷേ നീ അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു, നീ അത് സൂപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണ്? അത് പിന്നെ എൻ്റെ പാരൻസ് പറയുന്നത് ഞാൻ ഒരു ജീനിയസ് ആണെന്നാണ്. അല്ല, നീ ഇത് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് എവിടുന്നെങ്കിലും? അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് പുള്ളിക്കാരൻ ഒരു സാധനം എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ സിൽവിയയുടെ പുള്ളിക്കാരൻ ചുറ്റുമുണ്ടായിരുന്ന മാന അബ്സോർവ് ചെയ്യാൻ തുടങ്ങും. ഇത് കാണുന്ന ആർത്തർ ശരിക്കും ഞെട്ടിപ്പോവും. പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, അത് നീ എങ്ങനെയാണ് ചെയ്തത്? മനുഷ്യർക്ക് മാനനെ പറ്റിയുള്ള അറിവ് വളരെ കുറവാണ്. ഞാൻ പറയുന്ന പോലെ നീ ഒന്ന് ചെയ്ത് നോക്ക്. നീ ആദ്യം ചെറുതിൽ നിന്ന് മുകളിലേക്ക് തുടങ്ങാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. പുള്ളിക്കാരൻ അത് നോക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അത് പറയുന്ന അത്ര അല്ല എളുപ്പമൊന്നുമല്ലേ. അത് ശരിയാണ്, കുഴപ്പം എളുപ്പമല്ലായിരിക്കും. പക്ഷേ നീ പതുക്കെ ചെയ്യാൻ നേരത്ത് നിനക്ക് ഉറപ്പായിട്ടും സക്സീഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇത് കാണുന്നിടത്ത് ആർത്തറിന് ശരിക്കും സന്തോഷമായി. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് തന്നെ കാര്യം. ഈ സമയത്തായിട്ട് സില്ലി പുള്ളിക്കാരന് വേണ്ടിയുള്ള ആ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ആർത്തറായിട്ട് വീണ്ടും അത് ട്രെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. പതുക്കെ പുള്ളിക്കാരൻ അത് ഡെവലപ്പ് ആകുന്നുണ്ടായിരുന്നു. അവസാനം പുള്ളിക്കാരൻ അത് ചെയ്യുകയും ചെയ്തു. അതായത് സിൽവി പറഞ്ഞ പോലെ അത് അച്ചീവും ചെയ്തു. ചുറ്റിനുള്ള മാന പുള്ളിക്കാരൻ അബ്സോർവ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കാൻ നേരത്ത് ആ ഒരു പോർട്ടലിലെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ സിൽവിയായിട്ട് അവിടെ താഴെ കിടക്കുവാണ്. ഓടി അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവളുടെ ചുറ്റിനും കുറേ ചോര കിടപ്പുണ്ട്. അവൻ സങ്കടപ്പെട്ടുകൊണ്ട് വിളിക്കുന്നുണ്ട് സിൽവിന്ന്. പക്ഷേ അവളായിട്ട് എഴുന്നേക്കുന്നില്ല. ആയിട്ട് തൻ്റെ ഉള്ള ശക്തി കൊണ്ട് പുള്ളിക്കാരൻ അവളങ്ങോട്ട് മറിച്ചിടുന്നുണ്ട്. ഈ സമയത്ത് പുള്ളിക്കാരുടെ വൂണ്ട് ശരിക്കും പ്രശ്നമായി മാറിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു പോർട്ടലായിട്ട് അതിൻ്റെ പണി ഏകദേശം തീരാറുമായിട്ടുണ്ട്. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. ഇത്ര നേരം അവനെ സഹായിക്കുന്ന പേരിൽ പുള്ളിക്കാരി ചെയ്യുന്നതൊക്കെ അവൾക്ക് വൂണ്ട് കൂടിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അതായത് ആ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാനകത്ത് അവളുടെ ശരീരത്തിൻ്റെ വൂണ്ട് വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആർത്തറാട്ടെ പൊട്ടിക്കരയാൻ തുടങ്ങും. സിൽവിയാട്ടെ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ലിറ്റിൽ വൺ കരയൊന്നും വേണ്ട. പക്ഷേ എന്തിനു വേണ്ടിയാണ് നീ എനിക്ക് വേണ്ടി മരിക്കുന്നത്? അങ്ങനെ നിർത്താതെ മണിക്കൂറോളം ആർത്തർന്ന് കരയുന്നുണ്ട്. അങ്ങനെ ആർത്തർന്ന് കാം ഡൗൺ ആയി കഴിയുമ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, നീ വിഷമിക്കുന്നു വേണ്ട, ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ അല്ലേ? എന്നിട്ട് പുള്ളിക്കാരി പറയുകയും ചെയ്യും, അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പേര് എനിക്ക് ചേരുന്നുണ്ടോ? സിൽവി എന്നുള്ള പേരും ഈ ഒരു രൂപം കൂടെ എനിക്ക് ചേരുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് പതുക്കെ പുള്ളിക്കാരുടെ ശരീരം പൊട്ടിപ്പൊളിയാൻ തുടങ്ങും. എന്നിട്ട് ഒരു ഡ്രാഗൻ അവിടെ അപ്പിയർ ആകുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സിൽവി ഒരു ഡ്രാഗൻ ആയിരുന്നു. അതെ, മനുഷ്യരെന്നെ വിളിക്കുന്നത് ഒരു ഡ്രാഗൻ എന്നാണ്. അത് മാത്രമല്ല, എനിക്ക് ഈ ഒറിജിനൽ ഫോം വേണം, എങ്കിൽ മാത്രമേ ഈ പോർട്ടൽ എനിക്ക് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും അവർ വരുന്നതിന് മുമ്പ് തന്നെ. ആര് വരുന്നതിന് മുമ്പ് തന്നെ? ഈ സമയത്ത് തന്നെ പുള്ളിക്കാരി ആ ഒരു പോർട്ടൽ കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആർത്തറിനടുക്ക് പറയുന്നുണ്ട്, ആർത്തർ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, നീ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്നിട്ട് ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആർത്തറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായിട്ട് മാൻ എന്നുണ്ട് എമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ശരീരത്തുണ്ടായിരുന്ന ഒരു തൂവൽ പറിച്ച് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അതിൽ പൊതിഞ്ഞോളം പറയും. അതിൽ പൊതിഞ്ഞ് കളയാൻ നേരത്ത് ആ ഒരു മാൻ അപ്പുറത്തേക്ക് വരത്തില്ല. അടുത്ത സെക്കൻഡ് തന്നെ ആർത്തറിനെ വന്ന് നമ്മുടെ സിൽവിന്ന് മുട്ടുന്നുണ്ട്. പെട്ടെന്ന് പുള്ളിക്കാരൻ വേദന കൊണ്ട് കിടന്ന് കാറ തുടങ്ങും. കാര്യം പുള്ളിക്കാരൻ്റെ കയ്യിൽ എന്തൊക്കെ സീൽ വരുന്നുണ്ടായിരുന്നു. ആർത്തർ, അങ്ങനെ സത്യമെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ എന്നോട് ക്ഷമിക്കുക. എനിക്ക് ഡയറക്റ്റ് നിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ മനുഷ്യരുടെ അടുത്തേക്ക് എനിക്ക് എത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും. അല്ല അപ്പം ഞാൻ നിന്നെ വിട്ടു പോകണമെന്നാണ് പറയുന്നത്. പെട്ടെന്നാണ് മുകളിൽ നിന്ന് ഒരു സൗണ്ട് കേട്ട് കുറേ കല്ലുകൾ നേരെ താഴത്തേക്ക് വീഴുന്നത്. പക്ഷേ നമ്മുടെ സിൽവിയായിട്ട് അവനെ രക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ശബ്ദം കേൾക്കുകയും ചെയ്യും, ലേഡി സിൽവി, താങ്കൾ എത്രയും പെട്ടെന്ന് കീഴടങ്ങുന്നതാണ് നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കളെ ഹീൽ ചെയ്യാനും സാധിക്കും, താങ്കളെ രക്ഷിക്കാനും സാധിക്കും. ഈ സമയത്ത് ആർത്തർ അവനെ കാണുന്നുണ്ട്. അവൻ്റെ ലുക്ക് നേരത്തെ സിൽവിയുടെ ഒരു പ്രീവിയസ് ഫോമായിട്ട് സിമിലർ ആയിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ അവിടെയുള്ള ടൈമൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങും. ആർത്തർ, എല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് ചെറിയൊരു കൺഫെഷൻ ചെയ്യാനുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഞാൻ മനഃപൂർവ്വം ആ ഒരു സ്പെല്ലിൻ്റെ ക്രിയേഷൻ ഇത്രയും താമസിപ്പിച്ചതാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. സിൽവി, നീ എന്താണ് ഈ പറയുന്നത്? എന്നോട് ക്ഷമിക്കാൻ ഞാൻ നിന്നോട് പറയത്തില്ല. പക്ഷേ അവസാനമായിട്ട് നിനക്കൊരു റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? നിനക്കെന്നെ ഗ്രാൻഡ്മെന്ന് വിളിക്കാൻ സാധിക്കുമോ? ഈ സമയത്ത് ആർത്തർ പോയി അവളെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇല്ല, നീ എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാം. അതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ ആ സമയത്ത് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ആർത്തർ, എനിക്കറിയാം, നിനക്കും അറിയാം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന്. എന്നിട്ട് പുള്ളിക്കാരനെ തട്ടി അകത്തേക്ക് ഇട്ടിട്ട് അവൻ പറയുന്നുണ്ട്, ഇനി കാണാൻ പറ്റുമെന്ന് അറിയാമല്ല, എന്തായാലും ഫെയർവെൽ ആർത്തർ. ഈ സമയത്തായിട്ട് ആർത്തർ തെറിച്ച് അതിൻ്റെ അകത്തേക്ക് വീഴുന്നുണ്ട്. ആ ഒരു പോർട്ടലിനകത്തേക്ക് വീഴുന്നുകൊണ്ട് സിൽവയുടെ രൂപം മാറുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരുടെ അവസാനം വിഷയമായുള്ള പുള്ളിക്കാരൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതായത് ഒച്ചത്തിൽ ഗ്രാൻഡ്മെന്ന് വിളിക്കുന്നുണ്ട്. ഇത് കേൾക്കാൻ നേരത്ത് സിൽവയ്ക്ക് ശരിക്കും സന്തോഷമാവും.
അങ്ങനെ താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ് എനിക്കറിയാം നിങ്ങൾ പലരും സീസൺ 2 വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഗൈസ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാര്യം സീസൺ 1 കാണാത്ത കുറച്ചധികം കൂട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സീസൺ 1 തൊട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്.